നാടിന്റെ ന്യൂസ് ഡെസ്കിൽ ഞാൻ കൊല്ലം ജില്ലയിൽ തുടരുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലാണ്. കുന്നത്തൂർ നിയോജക മണ്ഡലം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കറിയാം അത് RSP ലെനിനിസ്റ്റിന്റെ കോവൂർ കുഞ്ഞുമോനൊപ്പമാണ്. കഴിഞ്ഞ കാലങ്ങൾ കുറയായി, ഏതാണ്ട് 25 വർഷമായി, 2001 മുതൽ തുടർച്ചയായി കോവൂർ കുഞ്ഞുമോൻ പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ കുന്നത്തൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോവൂർ കുഞ്ഞുമോൻ എന്നത് ഒരു പര്യായ പദം പോലെ ഇഴചേർന്ന് കിടക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത്തവണയും കോവൂർ കുഞ്ഞുമോൻ 6ാം ടേം തേടി ഇറങ്ങിയിരിക്കുകയാണ് എന്നതാണ് പ്രത്യേകത. പലതരത്തിലുള്ള കൗതുകങ്ങളുണ്ട് ഈ കുന്നത്തൂർ മണ്ഡലത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ ചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി ഉല്ലാസ് കോവൂർ കഴിഞ്ഞ തവണ കോവൂർ കുഞ്ഞുമോനെതിരെ മത്സരിച്ചതാണ്, ബന്ധുക്കളാണ്. ഇത്തവണയും മത്സരിക്കുന്നുണ്ട്. കൂടാതെ രാജീവ് പ്രസാദ് കഴിഞ്ഞ തവണയും മത്സരിച്ചിരുന്നു. അങ്ങനെ 3 സ്ഥാനാർത്ഥികളും കഴിഞ്ഞ തവണ മത്സരിച്ച അതേ രീതിയിൽ ഇക്കുറിയും തനിയാവർത്തനം എന്നത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കൗതുകമുള്ളത് RSPയുടെ 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന കേരളത്തിലെ ഒരു മണ്ഡലം, അതാണ് കുന്നത്തൂർ. RSPയും RSP ലെനിനിസ്റ്റും. അപ്പോൾ അങ്ങനെയുള്ള കൗതുകങ്ങൾക്കിടയിലാണ് ഇക്കുറി തെരഞ്ഞെടുപ്പ് വരുന്നത്. 25 വർഷം തുടർച്ചയായി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കോവൂർ കുഞ്ഞുമോൻ വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ എപ്പോഴും നമുക്കറിയാം ഈ LDFനെ തുണച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ കോവൂർ കുഞ്ഞുമോന് ആ ഒരു വികാരം ഇത്തവണയും ഉണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. ഉല്ലാസ് കോവൂർ എത്രത്തോളം മുന്നോട്ട് കയറിയിട്ടുണ്ട് നമുക്കറിയില്ല. അദ്ദേഹം ഒരു നാടൻപാട്ട് കലാകാരനൊക്കെയാണ്. അപ്പോൾ പാട്ടും പാടിയും ഒക്കെ ജനങ്ങളെ കയ്യിലെടുക്കുന്നത് കണ്ടു. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കോവൂർ കുഞ്ഞുമോൻ്റേത് കുറയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സാധ്യതകൾ? അപ്പം പിന്നെ രാജീവ് പ്രസാദിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ LDFന് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. അപ്പോൾ എന്താണ് ഇനി 2-3 ദിവസം ബാക്കി നിൽക്കുമ്പോൾ നമുക്കൊപ്പം വോട്ടേഴ്സ് ഉണ്ട്. ഞാൻ നിൽക്കുന്നത് ശാസ്താംകോട്ടയിലാണ്. നമുക്ക് ആ വോട്ടേഴ്സിന്റെ പ്രതികരണം നേരിട്ടെടുക്കാം. അതിനു മുൻപായി നമ്മൾ പരിശോധിക്കുന്നത് കുന്നത്തൂർ മണ്ഡലത്തിന്റെ നേർചിത്രം. അപ്പോൾ ശാസ്താംകോട്ടയിൽ ഒരു ചായക്കടയുണ്ട്. ചായക്കട എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, എപ്പോഴും രാഷ്ട്രീയമൊക്കെ പറയുന്ന ആളുകൾ അടങ്ങുന്ന ഒരു ഇടമാണ് ചായക്കടകൾ സാധാരണമായി. നമുക്കപ്പോൾ ഇവിടുത്തെ ആളുകളോടൊക്കെ ചോദിക്കാം. നിങ്ങളൊക്കെ കുന്നത്തൂരുകാരാണല്ലോ അല്ലേ? അപ്പം ജെൻസികളെ പോലെ കുറച്ച് ആൾക്കാരുണ്ട്. ജെൻസി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറുപ്പക്കാരാണ്, കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര കാലമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ? ഇവിടെ വോട്ട് ചെയ്യുന്ന ഒരു 10-12 ടേണായിട്ട്. ഈ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണോ? എൻ്റെ വീട് ചവറയിലാണ്. പക്ഷെ ഇപ്പൊ ഇവിടെയാണ് വോട്ട്. ഇവിടെ ഒരു മാറ്റം വേണ്ടതുണ്ടോ? മാറ്റം വന്നെങ്കിലേ പറ്റും. എന്തുകൊണ്ടാണ്? ഒന്നാമത് കഴിഞ്ഞ 2 ടേണിലിരുന്ന സർക്കാരിൻ്റെ ദുർഭരണം, അഴിമതി, കെടുകാര്യസ്ഥത, നിയമനങ്ങളൊന്നും ഇല്ലാതെ പിൻവാതിൽ നിയമനം. അത് സർക്കാരിന്റെ കാര്യം. ഞാൻ ഈ മണ്ഡലത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ യാതൊരു പുരോഗതിയില്ല. 25 വർഷമായി. 25 വർഷം MLA ആയിട്ട് പോയിട്ട് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും കാണാനില്ല. ലാസ്റ്റ് ഇപ്പം എനിക്ക് 7 വയസ്സുള്ളവരെ തൊട്ട് ഞാൻ കണ്ടു തുടങ്ങിയത് കോവൂർ കുഞ്ഞുമോനെ. ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വികസനം. നമ്മൾ ആദ്യം വേണമെങ്കിൽ നമ്മുടെ ഈ ശാസ്താംകോട്ട കായലിന് താഴോട്ട് ഇറങ്ങി കഴിയാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റും. അവിടെ ഒരു പാർക്ക് പണിഞ്ഞ് വെച്ചിരിക്കുന്നത്, അവിടെ ജിമ്മെന്ന് പറഞ്ഞ്. അത് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ലക്ഷം രൂപയുടെ പണിഞ്ഞാന്നോ വലിയ കാര്യമായിട്ട് കാണുന്നത്. ഒരു കാര്യം എന്റെ പൊന്നുമക്കളെ, മണ്ഡലം 25 കൊല്ലമായി. പക്ഷെ ഒരു മാറ്റം ഇവിടുത്തെ കൊച്ചു കുട്ടികൾ, അതായത് ഇല്ലാത്തൊരു വികസനം ഇവിടെ ഉണ്ട്. 140 നിയോജക മണ്ഡലങ്ങളിൽ എങ്ങും ഇല്ലാത്ത വികസനമാണ്. കുഞ്ഞുമോ ജനിച്ചപ്പോൾ കുഞ്ഞുമോ ഫസ്റ്റ് MLA ആയപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇപ്പൊ 25 വയസ്സായി. നിങ്ങൾ വികസനം കണ്ടോ? ഇങ്ങനെ കണ്ടോണ്ടിരിക്കില്ല, ഒന്നുമില്ലല്ലോ. ആകാശത്തെ ശൂന്യം, താഴെ ഒന്നുമില്ല. എങ്ങും ഇല്ലാത്തൊരു വികസനമുണ്ട്. 140 നിയോജക. അല്ല, ജിമ്മൊക്കെയാണോ വികസനം എന്ന് ചോദിക്കുന്നത്? ഇവിടെ കുടിവെള്ള പ്രശ്നമുണ്ട്, അതുപോലെ പല പ്രശ്നങ്ങളുണ്ടല്ലോ. 140 നിയോജക മണ്ഡലങ്ങളിൽ അതിനൊന്നും പരിഹാരം കണ്ടില്ല. എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ബഹുമാനിയായ MLA എല്ലാവിധ പരിഹാരങ്ങളും ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ കുന്നത്തൂരിന്റെ വികസനം മറ്റു ഒരു മണ്ഡലങ്ങളിലും കണ്ടില്ല. ഏറ്റവും വലിയ പരിഹാരം തൊട്ടടുത്ത ബസ് സ്റ്റാൻഡ്. 140 നിയോജക മണ്ഡലത്തിൽ ഒരു ബസ് കയറാത്ത നിയോജക മണ്ഡലം ബസ് സ്റ്റാൻഡാണ് ഈ തൊട്ടപ്പുറത്തുള്ള KSRTC. ഒന്ന് കയറി നോക്കി. ശാസ്താംകോട്ട ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധ തടാകമെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ മേഖല, നമ്മളൊക്കെ വയനാടൊക്കെ പോയി തിരികെ വരുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാകുന്നത് ഈ അവിടെ അങ്ങും വലുതായിട്ടൊന്നും കാണാം. എന്നാൽ ശാസ്താംകോട്ട തടാകത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ശരി. നമുക്ക് ഈ അമ്മയോടും ചോദിക്കാം, എങ്ങനെയാണ് ഈ MLA കുറിച്ചുള്ള അഭിപ്രായം? എന്താണ്? നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. വികസനമൊക്കെ കൊണ്ടുവന്നോ? എല്ലാം കൊണ്ടുവന്നു. എല്ലാ വികസനവും കൊണ്ടുവന്നിട്ടുണ്ട്. ആശുപത്രി മാത്രമേ ഉള്ളൂ വെൽസിക്കാത്ത, അല്ലാതെ എല്ലാം കൊണ്ടുവന്നു. അത് ശരി.
അപ്പൊ MLA മാറണ്ട, മാറണം. മാറണം. അതെന്താ വികസനം കൊണ്ടുവന്നു, പക്ഷെ എന്നാല് 5 കൊല്ലം 25 കൊല്ലം കൊണ്ട് നിന്നില്ലേ സാറേ? അപ്പൊ ഇനി വേണ്ട അല്ലെ, ഇനി ഒരാൾ വരണം. അപ്പൊ ആര് വരണം എന്ന് ആഗ്രഹിക്കണം? ഉല്ലാസ് വരണം. ബന്ധുക്കളാണല്ലോ. അവർ രണ്ടുപേരും അപ്പച്ചയുടെ അമ്മാന്റെ മക്കളാ. ഇതല്ല ഒരു പെട്ടി ചെല്ലാനുള്ളതാ. അതെ. അപ്പൊ ഉല്ലാസ് കോവൂർ വരണം, ഒരു മാറ്റം വേണം. സർക്കാർ മാറണോ? സർക്കാർ മാറണം, എല്ലാം മാറണം. എല്ലാം മാറണം. അതാണ് കുന്നത്തൂർ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പൊ നിങ്ങളൊക്കെ ഈ മണ്ഡലത്തിലുള്ള ആളുകളാണോ? എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇവിടെ ഒരു വികസനവും 25 വർഷമായിട്ട് നടന്നിട്ടില്ല. 5 ടേമായിട്ടും ഒരേ MLA തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇവിടുത്തെ വികസന മുരടിപ്പ് കാണുമെങ്കിൽ ഇവിടുത്തെ ആശുപത്രി നോക്കിയാൽ മതി. അപ്പം MLA പറയുന്നത് എന്തൊക്കെയോ വികസനം ചെയ്തിട്ടുണ്ടെന്നാണ്, പക്ഷേ ഇതുവരെയും ഈ ഒരു മണ്ഡലത്തിൽ യാതൊരു വികസനവും ചെയ്യാത്ത അത്രയധികം ഈ മണ്ഡലത്തെ മോശമാക്കിയൊരു MLA ആണ്. പക്ഷേ ഈ തുടർച്ചയായിട്ട് എങ്ങനെയാണ് ഈ 5 ടേം മത്സരിച്ചിട്ട് 6ാം ടേമിലേക്ക് അദ്ദേഹം നിൽക്കുകയാണ്? അപ്പൊ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടാണല്ലോ. അല്ല, ഇത് 25 വർഷം മാത്രമല്ല, 40-45 വർഷക്കാലമായി ഇടതുപക്ഷത്തിന്റെ ഒരു സേഫ് സോൺ പോലെ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ്. അല്ല, ഞാൻ ഈ കോവൂർ കുഞ്ഞുമോൻ എന്നുള്ള MLA കുറിച്ച് നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ അത് ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി അവര് വോട്ട് ബാങ്കുള്ളൊരു സ്ഥലമാണ്. അങ്ങനെയാണ് അത് പോകുന്നത്. പല ഘട്ടങ്ങളിലും അങ്ങനെയാണ് പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ 5ാമത്തെ തവണ എന്ന് പറയപ്പെടുമ്പോൾ 21,000 വോട്ടിന് ജയിച്ച ആള് കഴിഞ്ഞ തവണ ജയിക്കുന്നത് 2,400 വോട്ടിനാണ്. അപ്പോൾ അത്രയും ഗ്രാഫിക്കായി കുറഞ്ഞു വരികയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ കശുവണ്ടി കർഷകർ സാധാരണക്കാർ ജീവിക്കുന്ന മണ്ഡലമാണ്. സ്വാഭാവിക തൊഴിലാളികൾ താമസിക്കുന്നതിൻ്റെ ഭാഗം ഒരു ഇടതുപക്ഷ മണ്ഡലം എന്നുള്ള രീതിക്ക് വ്യാഖ്യാനിക്കപ്പെട്ടു വരികയാണ്. പക്ഷെ അവർ പോലും മടുത്തുപോയി. ഇവിടെ ഈ ചായക്കടയിൽ അമ്മ പറഞ്ഞതുപോലെ മടുത്തുപോയതിൻ്റെ പ്രധാനപ്പെട്ട ഇതിൻ്റെ തൊട്ടുപുറകെ കിടക്കുന്ന ഒരു താലൂക്ക് ആസ്ഥാന ആശുപത്രിയാണ്. 1986 താലൂക്ക് ആസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട് പ്രവർത്തനം തുടങ്ങിയതാണ്. അന്ന് കോട്ടക്കുഴി സുമാൻ UDFന്റെ MLA ആയിരുന്നു. K. കരുണാകരൻ ആയിരുന്ന കാലഘട്ടത്തിൽ വന്നതാണ്. പക്ഷേ അതിനനുസരിച്ച് ഒരു പ്രസവ ശുശ്രൂഷയ്ക്ക് പോലും ഗതിയില്ലാത്ത തരത്തിലേക്ക് ഈ താലൂക്കിനെ മാറ്റിയ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാലാനുസൃതമായ ഒരു പുരോഗതി ഉണ്ടല്ലോ, ഒരു നാടിന് കാലാനുസൃതമായ ഒരു പുരോഗതി അതുപോലും കൈവരിക്കാൻ പറ്റാത്ത വളരെ മോശമായ അവസ്ഥയിലേക്ക് ഇതൊരു കൊല്ലം ജില്ലയിലെ ഒരു പട്ടികജാതി മണ്ഡലമാണ്. ഇവിടെ SC/ST കോടതി അനുവദിച്ചു. ആ SC/ST കോടതി ഇവിടെ നിന്നും താങ്കൾ പറയുന്നത് മാറണം അല്ലേ? ഒരു മാറ്റം. ഇവിടെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണല്ലോ, നിങ്ങൾക്ക് ഈ നിയമസഭാ രേഖ എടുത്തൊന്ന് നോക്കിയാൽ 25 വർഷമായിട്ടൊരു MLA പോയിട്ട് ഈ നാടിനു വേണ്ടി ആ നിയമസഭയിൽ ഒരു പ്രസംഗം, ഈ നാടിൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം പോലും പ്രസംഗിച്ച് ഞാൻ ഇതൊക്കെ നോക്കുന്ന ആളാണ്, ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ അവിടെയാണ് എനിക്കൊരു അത്ഭുതം ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഈ 5 വർഷം 5 ടേം 5 വർഷമല്ല 25 വർഷം നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. നിങ്ങൾ ഈ കുന്നത്തൂർ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ മേഖല നിങ്ങൾ ചാനലുമായിട്ട് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രൗണ്ട്, നല്ലൊരു കോളേജ്, പുതിയ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ഒരു സംവിധാനം, ഒരു വികസനം ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.